ഇൻട്രഡക്ഷൻ കേട്ടപ്പോൾ ഞാൻ ഓർത്തു മറ്റൊരു പാസ്റ്റർ ഇവിടെ നിന്ന് ഉണ്ടായിരിക്കുമെന്ന്. താങ്ക് യു ഫോർ ദ ലവ്ലി ആൻഡ് ബ്ലെസ്ഡ് ഇൻട്രഡക്ഷൻ. പ്രൈസ് ലോർഡ്. തികഞ്ഞ പ്രാർത്ഥനയോടും നിറഞ്ഞ ദൈവാശ്രയത്തോടും കൂടെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരാം. ഈ പകൽക്കാലത്തെ വചന ധ്യാനത്തിനായി നമ്മുടെ ശ്രദ്ധയെ ലേവ്യ പുസ്തകം അതിൻ്റെ 26-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ലേവ്യ പുസ്തകം 26-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. For this morning our sermon, let's turn our attention to Leviticus chapter 26 verses 10. നിങ്ങൾ പഴയ ധാന്യം ഭക്ഷിക്കുകയും പുതിയതിന്റെ നിമിത്തം പഴയത് പുറത്തിറക്കുകയും ചെയ്യും. You shall eat the old harvest and clear out the old because of the new. ദൈവം കൊടുക്കുന്ന വാഗ്ദത്തങ്ങളാണ് ലേവ്യ പുസ്തകത്തിന്റെ 26-ാം അധ്യായത്തിന്റെ പ്രമേയ വിഷയം. The key subject of Leviticus chapter 26 are the promises of God. ദൈവം പറയാണ്, ഞാൻ എന്നെ അല്ലെങ്കിൽ എൻ്റെ വചനത്തെ നിങ്ങൾ ഇങ്ങനെ പ്രമാണിച്ചാൽ, The Lord says, if you obey my commands in such manner, ഞാൻ ഇങ്ങനെ ഈ വണ്ണം നിങ്ങളെ അനുഗ്രഹിക്കും. I will bless you in this way. അങ്ങനെ അനുഗ്രഹത്തിന്റെ ഒരു പട്ടിക അവസാനിപ്പിക്കുമ്പോൾ, And as the chapter ends with a list of blessings, മറ്റൊരു കാര്യം ദൈവം പറയുന്നു. the Lord says another thing. ഇത് പ്രമാണിച്ചില്ലെങ്കിൽ If you disobey, ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് സംഭവിക്കും. and these things will happen to you. ഈ ഒരു പ്രസ്തുത വാക്യം 10-ാമത്തെ വാക്യം പരിശുദ്ധാത്മാവ് ഈ ന്യൂ ഇയറിൽ എനിക്ക് സമ്മാനിച്ച ഒരു ദൈവിക സന്ദേശമാണ്. And this key verse was given to me by the Holy Spirit in this new year as a promise. ആമേൻ. ഈ വാക്യം എനിക്ക് കിട്ടിയതിന് ശേഷം, And after receiving this verse, ഞാൻ അറിയുന്ന ഒരു ദൈവദാസന് കഴിഞ്ഞ ദിവസം വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മുടെ സഭയിൽ ഒരു സുഹൃത്തിനെ വിളിച്ചു. നമ്മുടെ സഭയിലുള്ള ഒരാളെ വിളിച്ചു. and someone called me, a friend of mine from the church, to pray for me. അവർ ആ ദൈവദാസനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, And when they were speaking to that man of God, അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ വ്യക്തിയുടെ കൂടെ ഉണ്ടെന്ന്. and that pastor that I spoke with says that he's with that person, my friend. ഞാൻ പറഞ്ഞു, ഞാൻ അന്ന് ദൈവദാസനോട് പ്രാർത്ഥിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. And then he requested of me to pray for my friend. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ദൈവാത്മാവ് എനിക്ക് ഈ വർഷത്തേക്ക് ഒരു ദൂത് തന്നിട്ടുണ്ട്, അത് ഞാൻ നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞു. And I told that person that the Lord gave me this verse and I give it to you. അദ്ദേഹം അന്നത്തെ ഓൾ നൈറ്റ് പ്രയർ കഴിഞ്ഞിട്ടിരിക്കുന്ന സമയത്താണ് ഞാൻ വിളിക്കുന്നത്. I called him right after his all night prayer had finished. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ രാത്രിയിൽ ഞാൻ പ്രസംഗിച്ച് അവസാനിപ്പിച്ചത് ഈ വാക്കിൽ നിന്നാണ് പറഞ്ഞു. And he told me after the prayer that I finished my sermon with this same verse. ഈ കാനഡ പോസ്റ്റിന്റെ ഡിലേ കാരണം 10-ാം തീയതി വരേണ്ട ലെറ്റർ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ 20-ാം തീയതി വരാറുണ്ട്. Canada Post, sometimes they're delayed with their letters. They say they may deliver something almost 10 days past the ഈ date. ഒരു മെസ്സേജ് ഞാൻ നിങ്ങൾക്ക് 1-ാം തീയതി അല്ലെങ്കിൽ ആ രാത്രിയിൽ തരുവാൻ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തരാൻ ആഗ്രഹിച്ചവയാണ്. I had desired to give you this message, this verse on the next day of the new year. പക്ഷേ അല്പം വൈകിയെങ്കിലും ഇന്ന് രാത്രി ഈ പകൽ ദൈവം നിങ്ങൾക്ക് അത് കൈമാറ്റം ചെയ്യുവാൻ താല്പര്യപ്പെടുകയാണ്. Even though I'm a little late, the Lord still desires to give you this message. ഇന്നലെ ഇവിടെ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയുണ്ടായി. Yesterday I had said quickly, നിലം നല്ലതാണെങ്കിൽ, if the field is good, നിലം if ഒരുക്കപ്പെട്ടതാണെങ്കിൽ, the field is prepared, തമ്പുരാനോട് പറയണം, say to the Lord, ദൈവമേ നീ വിതയ്ക്ക്, oh Lord, sow. നീ വിതച്ചാൽ If you sow, ഞാൻ നിനക്ക് 100% പകരം തരാം. I will give you 100% ഞാൻ of it. ഒരുക്കപ്പെട്ടതാണ്. I am prepared. നീ എന്തെങ്കിലും ഇന്ന് ഇട്ടാൽ, If you sow something, നീ ഒരു സീഡ് എന്നിൽ ഇട്ടാൽ, if you sow a seed in me, തമ്പുരാനെ ഞാൻ 100% നിനക്ക് പകരം തരാമെന്ന് oh Lord, പറഞ്ഞാൽ, I will give you 100% രാത്രികാലം of it back. ഒരുക്കപ്പെട്ട ഹൃദയത്തിന്റെ അകത്തേക്ക്, For the hearts that are prepared, ഒരുക്കപ്പെട്ട കുടുംബത്തിന്റെ for അകത്തേക്ക്, the families that are prepared, ഒരുക്കപ്പെട്ട വ്യക്തിക്ക് for അകത്തേക്ക്, the people that are prepared, 100% കൊടുക്കാൻ താല്പര്യപ്പെടുന്ന for അകത്തേക്ക് those who are ready to give ദൈവം നിറമുള്ള ചില 100%. വിത്തിനെ ഇന്ന് രാത്രി പകൽ ഇടാൻ പോകുകയാണ്. And the Lord will sow into those ദൈവം places. പറയുകയാണ്, The Lord says, പഴയത് നിമിത്തം, because of the old, നിങ്ങള് പുതിയത് നിമിത്തം, because of the new, നിങ്ങൾ പഴയതിനെ കഴിക്കുകയും you eat the old പഴയതിനെ മാറ്റുകയും and ചെയ്യും. clear out the old, കാരണം പുതിയത് നിങ്ങളെ കൊണ്ട് നിറയ്ക്കാൻ because പോകുകയാണ്. something new will be given to you. ഈ വാക്യത്തിന്റെ അർത്ഥം എന്നാന്ന് If you ചോദിച്ചാൽ, ask me the meaning of this the verse, provision is so great the provision of God is so that the great storage becomes a challenge for them. that the storage room becomes a challenge for the ഒരുപാട് people. ഉള്ളത് കൊണ്ട്, Because there's a lot, ഒരുപാട് വെക്കേണ്ടത് കൊണ്ട്, because there's a lot to keep, പുതിയത് ഒരുപാട് വരുന്നത് കൊണ്ട്, because there's so much new പഴയത് ഇവിടെ coming in. വെക്കണമെന്ന് അവർക്ക് You അറിയത്തില്ല. don't know where to keep the old. പണ്ട് പഴയതെടുക്കുമ്പോൾ ഒരു ഭയം ഉണ്ടായിരുന്നു. Sometimes in the old days when you took പണ്ട് the old, there's പഴയതിന്റെ ഒരു fear. അംശം തൊടുമ്പോൾ ഒരു പേടി There ഉണ്ടായിരുന്നു. was fear to touch the old back in ദൈവമേ, the ഇത് day. തീർന്നു പോയാൽ നാളത്തെ കാര്യം Oh Lord, എങ്ങനെയാകുമെന്നോ? what happens if this is finished? ഒരു പരിമിതിയുടെ ജീവിതമായിരുന്നു. We lived a life of limitation, അവൻ ഒരു കുറവുകളുടെ a ജീവിതമായിരുന്നു. life of circumstance. ഓരോ നാണയ
അരത്തുട്ടികൾ ചെലവാക്കുമ്പോഴും, when spending every penny, ഓരോന്നും അവനെ ചെലവഴിക്കുമ്പോഴും when you spent every penny, അകത്തൊരു ഭയമുണ്ട്. there's a fear inside ഒരു of you. കുറവുണ്ടായാലോ, If there's a ഒരു shortcoming, കുറ്റമുണ്ടായാലോ, if there's something happens, അതിപ്പോ തീർന്നു if പോയാലോ, something finishes, പക്ഷെ ദൈവം പറയാ, but the Lord says, പുതിയത് നിമിത്തം because of the new, പഴയത് വെക്കാൻ സ്ഥലമില്ലാത്ത പോലെ there will be no place to ഞാൻ keep നിന്നെ the നിറയ്ക്കാൻ old. പോകുകയാ. The Lord will ഇന്ന് open പകൽ it. ദൈവകൃപയുടെ കൃപ അനുഭവിക്കുന്ന ദൈവമേ, Today, dear child of God, you've experienced the grace അവന്റെ of God. വാഗ്ദത്തങ്ങളെ പ്രമാണിക്കുന്ന ദൈവത്തിന്റെ വചനമേ, Obey the commands and the covenants of പുതിയത് ചില God. നിമിത്തം, Because of some new, പുതിയത് ചില നിമിത്തം, because of some new, പഴയതിനെ മാറ്റുവാൻ, the old will be cleared, പഴയതിനെ the നീക്കുവാൻ, old will be ഒരു removed, പുതിയതിന്റെ അനുഗ്രഹം, and a blessing of the ഒരു new. പുത്തൻ വർഷം ദൈവം തരിക. The Lord will give you a new year this year. പ്രമാണിക്കുന്നതിന്, For those you obey, അവന്റെ വാഗ്ദത്തങ്ങളെ ഫോളോ ചെയ്യുന്നതിന് for those who follow His commands, ദൈവം ഒരുക്കുന്ന വഴികളാണിത്. these are the paths prepared for those നാം who ഇവിടം obey. വരെ വന്നത് കരുതലിന്റെ വലിപ്പം കൊണ്ടല്ല. We did not come here because of people having mercy on us. അല്ല, നാം ഇവിടം വരെ വന്നത്, it is not because of our preparation. We didn't come this far because of our own preparation. അല്ലെങ്കിൽ നമ്മുടെ കരുതലുകളല്ല. It's not our own provision, the things we did. അവൻ ദൈവമാണ് നമ്മെ നയിച്ചത്. But it is the Lord who brought us thus far. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 34-ാമത്തെ In വാക്യത്തിൽ Exodus chapter 12, verses 34. ഒന്ന് നിങ്ങൾ വായിച്ചേ. Let's read that verse. അതുകൊണ്ട് ജനം കുഴച്ച മാവ് പുളിക്കുന്നതിന് മുമ്പേ തൊട്ടികളോടുകൂടെ ശീലകളിൽ കെട്ടി ചുമലിൽ എടുത്തുകൊണ്ട് പോയി. ഇനി അതിന്റെ 37-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 37. എന്നാൽ ഇസ്രായേൽ മക്കൾ കുട്ടികൾ ഒഴികെ ഏകദേശം 6,00,000 പുരുഷന്മാർ കാൽനടയായി രമസേസിൽ നിന്ന് സുക്കോത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. വലിയൊരു സമ്മിശ്ര പുരുഷാരം ആടുകളും കന്നുകാലികളുമായി അനവധി മൃഗങ്ങളും അവരോട് കൂടി പോന്നു. അടുത്ത വാക്യം, മിസ്രൈമിൽ നിന്ന് കൊണ്ടുപോകുന്ന കുഴച്ച മാവ് കൊണ്ട് അവർ പുളിപ്പില്ലാത്ത ദോശ ചുട്ടു. അവർ മിസ്രൈമിൽ ഒട്ടും താമസിപ്പിക്കാതെ ഓടിച്ചു കളയുകയാൽ അത് പുളിച്ചിരുന്നില്ല. അവർ വഴിക്ക് ആഹാരമൊന്നും ഒരുക്കിയിരുന്നതുമില്ല. ശ്രദ്ധിക്കണമേ, കയ്യിലിരുന്ന മാവ്, the dough that was in their hand, അത് പുളിച്ചിരുന്നില്ല. it was not leavened. ദോശ ഉണ്ടാക്കണമെങ്കിൽ മാവ് പുളിക്കണം. If you want to bake cakes, the dough must be leavened. തിടുക്കത്തോടുകൂടെ പുറപ്പെട്ടത് കൊണ്ട്, because they stepped out in haste, ഒന്നും പോയി എടുക്കാൻ മോശ അനുവാദം കൊടുക്കാഞ്ഞത് കൊണ്ട്, because they weren't allowed to take anything, കയ്യിൽ കരുതിയത് പുളിക്കാത്ത മാവ്. all they had was unleavened dough, മറ്റൊന്നും കൈ കരുതാനും പറ്റിയില്ല. and they had provision for no else. ആളുകളുടെ എണ്ണവും and the number of the people, മൃഗങ്ങളുടെ പൊരുപ്പവും, and the greatness of the herd. ഇവിടെ ദൈവം എഴുതിയിട്ട് പറയാ, and the Lord stood and said, അവരൊന്നും കരുതിയിരുന്നില്ല. they had made no provision, കരുതിയിരുന്നത് പുളിച്ചുമില്ല. and what they had made provision for was എന്റെയും നിന്റെ unleavened. കരുതലുകൾ പുളിക്കാതിരുന്നപ്പം, when our provisions are unleavened, എന്റെയും നിന്റെയും കരുതലുകൾ അത് അതിന്റെ നിറവിലേക്ക് when വരാതിരുന്നപ്പം, our provisions did not come to fruition, നമ്മൾ കരുതുവാൻ മറ്റൊന്നും ഇല്ലാതിരുന്നപ്പം, even when we have nothing else to prepare for, ആകാശത്തിന്റെ കിളിവാതിലുകളെ opening up the തുറന്ന്, windows of heaven, ഭൂമിയുടെ ഉറവ തുറന്ന്, and the springs of the earth, ലിവ്യാഥാന്റെ തലയെ തകർത്ത്, destroying the head of the Leviathan, പക്ഷിയെയും giving out birds, മഞ്ഞിൽ പൊതിഞ്ഞ തേനടയും and these cakes of honey. Amen. തരുവാൻ The Lord to give. എന്റെ ദൈവത്തിന് കൃപ തോന്നിയെങ്കിൽ, He had mercy upon them. കരുതലുകളുടെ വലിപ്പമല്ല നിന്നെ നടത്തുന്നത്, It is not your provision that അവന്റെ leads കൃപയാണ് നിന്നെ you, but it is നടത്തുന്നത്. His grace that leads you. പഴയതിന്റെ നിമിത്തം, പുതിയതിന്റെ നിമിത്തം, Because of the new, ചില പഴയത് വലിച്ചെറിയാൻ പോകുക. you will have to take out the നീ old. കരുതി വെച്ച പുളിക്കാത്ത മാവുണ്ടല്ലോ, That provision you made for നീ yourself, മറ്റൊന്നും എടുക്കാതിരുന്ന ശൂന്യതയുടെ ആ മാവുണ്ടല്ലോ, that dough you prepared for that എന്താ place, ഉണ്ടെന്ന് പറയുന്ന പുളിക്കാത്ത that മാവുണ്ടല്ലോ, unleavened dough you kept for അതിൽ yourself, നിന്ന് നീ എടുക്കുവാൻ ഇടവരാതെ വണ്ണം and to help you without taking that, തമ്പുരാൻ സ്വർഗ്ഗത്തിന്റെ മന്ന കൊണ്ട് the Lord will open the windows of heaven, നിന്നെ നയിക്കാൻ പോകുക. and He will lead you. ദൈവത്തിന്റെ നടത്തിപ്പിന്റെ ആഴം തിരിച്ചറിയുന്ന ദൈവമക്കൾ അവനൊന്ന് ഉറക്കെ If സ്വതം you പറഞ്ഞു understand the ദൈവത്തിന് depth മഹത്വം of വരുത്തി. the Lord's ഹല്ലേലൂയ. provision, praise the Lord. Amen.
ഇതാണ് ദൈവത്തിന്റെ പരിപാലനം എന്ന് പറയുന്നത്. This is what we call the provision of God. ഈ ജനത്തെ ഇങ്ങനെ നയിക്കുമ്പോൾ And as he's leading his people, ദൈവം ചോദിക്കുക, the Lord is asking, നിങ്ങളുടെ കയ്യിൽ നിന്ന് ചിലത് എനിക്ക് ആവശ്യമുണ്ട്. I want something from you. പുറപ്പാട് പുസ്തകം 35 അധ്യായത്തിന്റെ Exodus chapter 35, 23 വാക്യത്തിലേക്ക് ഒന്ന് വരാമോ? verse 23. നീലനൂൽ, ധൂമ്രനൂൽ, ചുമപ്പ് നൂൽ, പഞ്ഞിനൂൽ, കോലാട്ടുരോമം, പഞ്ഞിനൂൽ, കോലാട്ടുരോമം, ചുവപ്പിച്ച ആട്ടുകൊറ്റന്തോൽ, ചുവപ്പിച്ച ആട്ടുകറ്റൻ തോൽ, തഹശുതോൽ എന്നിവ കൈവശമുള്ളവർ അത് കൊണ്ടുവന്നു. നിർത്തല്ലേ, അവിടെ നിൽക്കണമേ. നോക്കണമേ, ഇസ്രായേൽ മക്കൾ വഴി യാത്ര ചെയ്യുമ്പോൾ Here the Israelites are on their journey. ദൈവം അവരോട് ചോദിക്കുക, And the Lord is asking of them, നിങ്ങളുടെ കയ്യിലുള്ള നൂലില്ലേ, the threads that are in your hand, അതെല്ലാം ഇനി കൊണ്ടുവരാൻ പറഞ്ഞു. bring them up. അപ്പോൾ തന്നെ ദൈവം പറഞ്ഞു, And then the Lord says, നിങ്ങളുടെ കയ്യിലുള്ള തുകലുകളില്ലേ, do you see the skins you have? അതും കൊണ്ടുവരാൻ പറഞ്ഞു. Bring them as well. അവർ കൊണ്ടുവന്ന ഒരു തുകലിന്റെ പേരാണ് തഹശുതോൽ. And one of the skins they brought was badger ഇവിടെ skin. നാല് വിധമുള്ള നൂലുകൾ കാണുന്നുണ്ട്. We see 4 different types of threads. നീലനൂൽ, Blue thread, ധൂമ്രനൂൽ, purple thread, ചുവപ്പ് നൂൽ, and scarlet thread, പഞ്ഞിനൂൽ. and fine linen thread. ഈ നൂലുകൾക്ക് ഒരു And പ്രത്യേകതയുണ്ട്. there's a specialty to these threads. ഈ നൂലുകൾ 4 സീസണിൽ ഉപയോഗിക്കേണ്ട വസ്ത്രം നെയ്യാനുള്ളവയാണ്. And these threads are to be used for each season for the clothing of that time. നമ്മൾ സമ്മറിലെ വസ്ത്രം വിന്ററിൽ ഇടാറില്ല. We don't wear our summer clothes in winter. ഞാൻ കാനഡയിൽ വന്നിട്ട് ഒരു 1-2 വർഷം കഴിഞ്ഞ സമയം, After it had been 1 to 2 years after I'd come to Canada. കാനഡ വരുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാനൊരു പകുതി അന്ധനാണെന്ന്. And once I came to Canada, I recognized I'm half blind. കാരണം എനിക്കൊരു 10-18 വയസ്സുള്ളപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ലൈസൻസ് എടുക്കാൻ വേണ്ടി പോയി. Because I went to grab my license in India when I was about 18 years old. അപ്പം അവിടെ എന്നോട് പറഞ്ഞു, നിനക്ക് കണ്ണാടി വെക്കണമെന്ന് പറഞ്ഞു ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ സമയത്ത്. And at 18 in India, they told me you need glasses to drive. അന്നൊരു 500 രൂപ ആ പുള്ളിക്കാരത്തിക്ക് കൊടുത്തപ്പോൾ, ആ ഡോക്ടർക്ക് കൊടുത്തപ്പം, And when I gave 500 rupees to that doctor at that time, and she said there's no problem. അങ്ങനെ ഞാൻ ഇവിടെ വന്നു. And once I came to Canada, ഇവിടെ വന്നപ്പോൾ എന്നോട് പറഞ്ഞു അത് വായിക്കാൻ പറഞ്ഞു. and they told me during the driving test to read this. ഞാൻ പറഞ്ഞു അവിടെ ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. And I told them there's nothing there. എന്നോട് പറഞ്ഞു ഇല്ലാത്തതിന്റെ അല്ല, And they told me it's not because നിനക്ക് there's nothing there, കാണാത്തതിന്റെയാന്ന് it's പറഞ്ഞു. because you cannot see. അപ്പൊ എനിക്ക് പിന്നെ മനസ്സിലായി കണ്ണാടി വെക്കാതെ കാര്യം Then I നടക്കത്തില്ല. understood I need to wear അങ്ങനെ glasses, I കണ്ണാടി can't drive. വെച്ചോണ്ട് വേണം ഞാൻ വണ്ടി ഓടിക്കാൻ. And I need to wear glasses to നിങ്ങളുടെ drive. ലൈസൻസിന്റെ അതൊരു കണ്ടീഷൻ ഉണ്ട്. അത് കണ്ണാടിയുടെ ആണെങ്കിൽ അത് അവിടെ സ്പെസിഫൈ And ചെയ്തിട്ടുണ്ട്. on your driver's license, there'll be a condition if it has to do with your അപ്പൊ ഞാൻ glasses. എന്റെ ജോലിയിൽ നിന്ന് വീട്ടിൽ പോയി. And I was going home from work. വീട്ടിൽ ചെന്നപ്പോഴാണ് ഒരു സാധനം കടയിൽ നിന്ന് എടുക്കാൻ മറന്നു പോയത്. And when I got home is when I realized I forgot ഭാര്യ to buy പറഞ്ഞു, അത് പോയി something. എടുത്തോണ്ട് വരാൻ പറഞ്ഞു. And then someone told me to go get it. അപ്പോൾ ഞാനൊരു 3/4 ഒക്കെ ഇട്ടിരിക്കുക. And I was wearing shorts on my way there. അപ്പൊ ഞാൻ വണ്ടി തൊട്ട് താഴെ കിടപ്പുണ്ട്. And the car's right below me. കടയുടെ വാതിൽക്ക് വരെ എനിക്ക് കൊണ്ടുപോയി എന്റെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യാം. I can park the car at the door of the അകത്തോട്ട് store. കയറാമല്ലോ. I just have to go inside. അപ്പൊ അന്നൊരു -43-44 എങ്ങാണ്ട് ഉണ്ട്. And that day when I was driving, it was -44, ഞാൻ ഈ 45. 43-44 And in this cold weather, ഈ ഒരു സ്ലീവ്ലെസ് ഷർട്ടും ഒരു ബനിയനും a sleeveless shirt and ഒരു shorts, ഷോർട്ടും ഇട്ടോണ്ട് and wearing this, ഈ കാർ ഓടിച്ചോണ്ട് driving this car, അവിടുന്ന് ഇറങ്ങി കടയിലോട്ട് കയറുമ്പോ I got out of the car, entered the store. പുറകിൽ ഒരു പെരുന്നാളിനുള്ള പോലെ ലൈറ്റ് കാണാൻ തുടങ്ങി. And I see a huge light behind my car. പോലീസാ. And it was the cops. പോലീസ് എന്നെ പിടിച്ചു. And the cops caught me. പോലീസ് എന്നോട് ലൈസൻസ് ചോദിച്ചു. And he asked me for my ഞാൻ license. പറഞ്ഞു സാർ ഞാൻ ഇവിടാണ് ഈ ഗ്യാസ് സ്റ്റേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. I told him that I parked here, I work സാറിന്റെ here. ചീഫ് എല്ലാം എന്റെ അടുത്തുനിന്ന് പെട്രോൾ അടിക്കുന്നത്. And that the chief of the police, he gets petrol from എന്നോട് me. പറഞ്ഞു ലൈസൻസ് കാണിച്ചപ്പോൾ കണ്ണാടി എന്തെങ്കിലും ചോദിച്ചു. And he told me, okay, where's your license, where are your അപ്പൊ ഒരെണ്ണം എന്റെ glasses? കണ്ണി വെക്കണം വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് അത് വെച്ചില്ല. And I told him, because I left my house, I didn't take my പിന്നുള്ളത് ഒരു glasses. സൺഗ്ലാസാ. And then all I have are അത് sunglasses. മറ്റേ ആ ഗ്ലാസ് പൗച്ചിന്റെ അകത്ത് ഇരിപ്പുണ്ട്. And it's in the storage in the car. ഞാൻ പറഞ്ഞു അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. And I told him it's inside the എന്നോട് car. പറഞ്ഞു it is not supposed to be there. And he told me the glasses It's are supposed to be in the here എന്ന് car. പറഞ്ഞു. It's supposed to be on your face. എന്നോട് പറഞ്ഞു ഞാൻ നിനക്ക് ടിക്കറ്റ് തരുവാന്ന് And he പറഞ്ഞു. said, I'm writing you a ticket. എനിക്കൊരു 110 രൂപയുടെ ടിക്കറ്റ് Gave തന്നു. me a ticket for എന്നിട്ട് എന്നോട് $110. പറഞ്ഞു And then he told me, നിനക്ക് ഞാൻ ടിക്കറ്റ് തരുന്നത് the reason I'm giving you a ticket കണ്ണാടി വെക്കാത്തതിനല്ല, is not because you didn't wear your glasses. പാന്റ് ഇടാത്തതിനാന്ന് It's പറഞ്ഞു. because you didn't wear your pants. പക്ഷെ അതിനൊരു റൂൾ ഇല്ലെന്ന് പറഞ്ഞു. And he said there's no അപ്പൊ rule for that. നമുക്കറിയാം വിന്ററിൽ ഒരു വസ്ത്രമുണ്ട്, And then I realized there's a clothing for സമ്മറിന് winter വേറൊരു and വസ്ത്രമുണ്ട്. another clothing for അപ്പൊ summer. ഇസ്രായേലിനറിയാം സീസൺ പലത് കടന്ന് വേണം ഇവർക്ക് പോകാൻ. Israel's understood there are seasons to get through. പല സീസണിൽ പോകേണ്ടത് കൊണ്ട് And because they have to go through the പല seasons, ടൈപ്പ് വസ്ത്രമാണ് കയ്യിലുള്ളത്. different clothings are required. അപ്പൊ തുണി കൊണ്ടുപോകാൻ പറ്റത്തില്ല. And they can't just wear anything they പിന്നെ want. അതുകൊണ്ട് നൂല് കൊണ്ടാ പോകുന്നത്. They go with threads in their യാത്ര ചെയ്യുന്ന hands. സ്ത്രീകൾ കൈകളിൽ അവർക്കുള്ള കുഞ്ഞുങ്ങൾക്കുള്ള അവരുടെ ഭർത്താക്കന്മാർക്കുള്ള നൂലുകൾ തുണി തയ്യുവാനുള്ള
നൂല് And the കയ്യിലുണ്ടാവും. women of that day would sew the clothes for their families ഒരു as ദിവസം needed. ഒരു ദിവസം പാളയത്തിൽ മോശയിൽ നിന്ന് മുഴങ്ങി കേട്ടു ശബ്ദം. And one day in the camp they heard sound from the ഉള്ള mountain നൂലെല്ലാം from കൊണ്ടുവരാൻ പറഞ്ഞു. Moses. And the Lord said, bring it all. നാളെ വിന്റർ ആണെങ്കിൽ എന്തിടുമെന്ന് അവർ ഓർക്കാതെ, And without thinking if tomorrow's winter, what will we നാളെ wear? പിള്ളേർക്ക് എന്നാ ഇടുമെന്ന് ഓർക്കാതെ, Without thinking what will our kids wear? കയ്യിലുണ്ടായിരുന്ന സകല നൂലും All the threads they had in മോശയുടെ their hand, പാദപീഠത്തെ കൊണ്ടുവച്ചു. they placed it at the feet of Moses. അത് മാത്രമല്ല, Not only that, തകശുതോലും കൊണ്ടുവച്ചു. they brought the badger skin. ഈ ജന്തു എന്നാന്നറിയാം? ഈ Do you know what a- തകശുതോൽ എടുക്കുന്ന ജീവി. Do you know what a badger is? ഞാൻ ഈ ആരാധന കഴിയുമ്പം After the worship, അതിന്റെ ഒരു വീഡിയോ ഈ പേജിൽ ഇട്ടേക്കാം, നമ്മുടെ ഗ്രൂപ്പിൽ I'll ഇട്ടേക്കാം. drop it in our group chat a video about a badger. ഈ ആനിമലിന്റെ പേര് സൂയിസൈഡ് ആനിമൽ എന്നാണ്. This animal is known as a suicide animal. ഇത് പോയി സർപ്പത്തിന്റെ വാലെ കടിക്കും. This animal will go bite a snake, ഈ സർപ്പം തിരിഞ്ഞ് ഇതിനെ കൊത്തും. and the snake will bite it in പക്ഷേ return. ഇതിന്റെ തോല് കട്ടിയായതുകൊണ്ട് But because the badger skin is tough, ഈ സർപ്പം നാണിച്ച് തിരിച്ചു പോകുകയുള്ള രക്ഷ. this venom doesn't enter, it runs away. ഇത് പോയി സിംഹത്തിന്റെ വാലെ കടിക്കും. And this badger will go bite a lion. സിംഹം തിരിഞ്ഞ് ഇതിനെ കടിക്കാൻ And നോക്കും. when the lion tries to bite it back, സിംഹത്തിന്റെ പല്ല് ഇതിന്റെ അകത്തോട്ട് കയറത്തില്ല. the teeth of the lion doesn't sink into its മുള്ളൻ skin. പന്നിയുടെ മുള്ളു കൊണ്ട് എറിഞ്ഞാലും ഇതിനകത്തോട്ട് കയറത്തില്ല. Even the quill of a porcupine cannot enter its skin. നിങ്ങളൊരു AK-47 എടുത്തിട്ട് തുര വെടിവെച്ചാലും ഈ ലെതറിന്റെ അകത്തൂടെ പോത്തില്ല. And even if you try to shoot it with a gun, it will not enter its skin. ഇങ്ങനത്തെ സ്കിന്നാണ് ഇസ്രായേൽ കരുതിയത്. And this is the type of skin that was prepared by Israel. കടന്നു പോകുന്നത് മരുഭൂമി കൂടെയാണ്. They're traveling through the wilderness. വിഷസർപ്പങ്ങളുള്ള There മരുഭൂമി, are serpents in the wilderness. ചുട്ടുകൊള്ളുന്ന മണ്ണുള്ള മരുഭൂമി. There are hot sands in the wilderness. ഇവിടെ പോകാൻ തകശുതോലുണ്ടോണ്ടുള്ള ചെരുപ്പ് വേണം. And they need sandals made out of badger skin to survive. കുറച്ച് നടന്നു കഴിയുമ്പോൾ So after walking for a little while, ചെരുപ്പ് തേയും. their sandals will come undone. അടുത്തതുണ്ടാക്കാൻ It'll be weared out. വീട്ടിൽ പോകത്ത് ചുരുട്ടി വെച്ചാൽ And even if you wrap it up, തകശുതോലും കൊണ്ട് മോശയുടെ കൈ കൊടുത്തു. they gave up their badger skin to ഇത് Moses. മോശയുടെ കൈ And കൊടുത്തപ്പോൾ when they gave the skin to ദൈവം Moses, മോശയോട് പറഞ്ഞു, the Lord said to Moses, ഈ ജനം these people, കയ്യിലുണ്ടായിരുന്ന all that was in their hand, സകലതും എന്റെ കൈ കൊണ്ട് തന്നു. gave it up to me. അതുകൊണ്ട് ആവർത്തന പുസ്തകം And as a result in Leviticus 29 അധ്യായം 29, 4-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. verses 4 says, ഞാൻ 40 സംവത്സരം ശ്രദ്ധിച്ചു വായിക്കണമേ. ഞാൻ 40 സംവത്സരം നിങ്ങളെ മരുഭൂമിയിൽ നടത്തി, നിങ്ങളെ മരുഭൂമിയിൽ നടത്തി. നിങ്ങൾ ഉടുത്തിരുന്ന വസ്ത്രം നിങ്ങളുടെ ഉടുത്തിരുന്ന വസ്ത്രം ജീർണിച്ചിട്ടില്ല, ജീർണിച്ചിരുന്നില്ല. കാലിലെ ചെരുപ്പ് പഴകിയിട്ടുമില്ല, കാലിന്റെ ചെരുപ്പ് പഴകിയിട്ടുമില്ല. പഴകിയിട്ടുമില്ല. മറ്റൊരു ഭാഷയിൽ പറയുന്നു തേഞ്ഞിട്ടില്ല. and the other version says that your sandals have not been worn out. Deuteronomy 29:5. നാളെ ഇടുന്ന വസ്ത്രത്തിന്റെ നൂല് കൊണ്ടുപോയി മോശയുടെ കൈ കൊടുത്തപ്പോൾ When they gave up the threads of their clothes for tomorrow to the hands of Moses, അവൻ പോലും അറിയാത്ത ഒരു കാര്യം ഉണ്ടായിരുന്നു. there was something even he did not know. അന്ന് തൊട്ട് അവന്റെ വസ്ത്രം ജീർണിക്കുന്നത് From നിന്ന് that പോയിരുന്നു. day, the wearing out of their clothes stopped. തകശുതോല് കൊണ്ട് മോശയുടെ കൈ കൊടുത്തപ്പോൾ മുതൽ When they gave up their badger skin to അവന്റെ Moses, ചെരുപ്പിന്റെ തേയല് നിന്നു. their sandals were no longer worn നിന്റെ out. കരുതലുകൾ തമ്പുരാന്റെ കൈ If കൊടുത്താൽ, you give your provision to the നീ hands of ഒരുക്കി വെച്ച God, തമ്പുരാന്റെ കൈ if you give കൊടുത്താൽ, to the hands of God what you prepared for നിന്നെ yourself, തേയാതെയും മങ്ങാതെയും മായാതെയും വണ്ണം Without- പരിപാലിക്കുന്ന ഒരു കൃപ. there is a grace that will take care of you without being worn out. Praise the Lord. Amen. Praise the Lord. Amen. RRSP-യിലാണോ ട്രസ്റ്റ്? Is your trust in your RRSP account? RESP-യിലാണോ ടെസ്റ്റ്? Or is your trust in your RESP account? അതോ മറ്റേ ഈ ജോലി ഇല്ലാത്തമ്മ കിട്ടുന്ന ഒരു സാധനം ഉണ്ടല്ലോ, കൃപയാൽ ഇതുവരെ എടുക്കേണ്ടി വന്നിട്ടില്ല, EI-യിലാണോ പ്രതീക്ഷ? Or is your trust in your EI? ഇന്ന് പകൽ അതോ തമ്പുരാന്റെ കരുതലിലാണോ? Or do you look to the provision of ഇന്ന് the പകൽ Lord? കരുതലുകളെല്ലാം ശൂന്യമാകുന്നത് കണ്ടുകൊണ്ട് Looking at your provision being undone. കരയുന്ന തമ്പുരാനോട് ദൈവം ഇന്ന് രാത്രി പകൽ പറയാ, This morning the Lord is speaking to you. ദൈവമേ എന്റെ ഒരുക്കങ്ങളൊക്കെ തീർന്നു വരുന്നു, Lord, my provision is ഞാൻ being കരുതലൊക്കെ undone. കുറഞ്ഞു വരുന്നു, My provision is coming to an പക്ഷേ end. എന്റെ വസ്ത്രം But ജീർണിക്കാതെയും my clothes not being എന്റെ worn. ചെരുപ്പ് My തേയാതെയും sandals not being എന്നെ undone. അക്കരയോളം The എത്തിക്കണമെന്ന് Lord പറഞ്ഞാൽ, will take you to the other എന്നെ side. അക്കരയോളം എത്തിക്കണമെന്ന് Oh പറഞ്ഞാൽ, Lord, take me to the other ഒന്നിനും side. കുറവില്ലാതെ Without വണ്ണം, any shortcomings in your ഒന്നിനും life. കുറവില്ലാതെ വണ്ണം, Without you being in any need. ഒന്നിനും കുറവില്ലാതെ
without a shortcoming of any kind. നയിക്കുന്ന ഒരു കരം. There is a hand that leads you. നയിക്കുന്ന ഒരു കരം. There is a hand that leads നിന്നെ you. പരിപാലിക്കുന്ന ഒരു കരം. There's a hand that keeps നിന്നെ ഈ you. മരുഭൂമിയിൽ നടത്താൻ പോകുകയാ. And the Lord will walk you through the wilderness. Hallelujah. Hallelujah. Amen. Hallelujah. പഴയത് പുതിയത് നിമിത്തം The old because of the new. പഴയതിനെ ഉപയോഗിക്കാൻ തുടങ്ങി. Using up the old. ഞാൻ ഒരു കാര്യം പറയാം. Let me tell you another thing. തമ്പുരാനും സ്കേർസിറ്റിയും തമ്പുരാനും കുറവും The Lord and scarcity, Lord and ഒരുമിച്ച് short, പോത്തില്ല. do not go together. ആമ കുറവുള്ളിടത്ത് Where there's a scarcity, തമ്പുരാൻ ഉണ്ടാകില്ല. the Lord will not be present. തമ്പുരാൻ ഉണ്ടെങ്കിൽ And if the Lord is ആ there, കുറവിന്റെ അവസാനമാ. it will be the end of that scarcity. തമ്പുരാൻ നിന്റെ കുടുംബത്തിലുണ്ടെങ്കിൽ If the Lord is in your അത് family, കുറവ് തീരുന്നതിന്റെ it സമയമാ. will end the scarcity in your മൂന്നാം നാൾ family. വരെ അവൻ കാത്തിരുന്നു. Till the third day, the Lord മൂന്നാം waited. നാൾ അവൻ കനാനിലെത്തി, ആ വീട്ടിലെത്തി, കല്യാണ വീട്ടിലെത്തി. And on the third day, he reached the house in Cana, Galilee. It was the start of their ആ ending. കുറവ് ആരംഭിക്കുന്ന It was ദിവസമായിരുന്നു. the beginning of the പക്ഷെ end. ഞാനൊരു കാര്യം പറയാം. But let me remind you, dear child of God, കുടുംബാംഗങ്ങളെ, dear family, കല്യാണത്തിന് ഒരുങ്ങി നിൽക്കുന്ന വധുവേ വരനെ, dear bride and groom ready ഈ for the പകൽ wedding. നിന്റെ ജീവിതത്തിന്റെ കുറവിന്റെ This ആരംഭമായതുകൊണ്ട് morning may be the beginning of the end for എന്റെ you. തമ്പുരാൻ നിന്റെ കല്യാണ പന്തലിൽ വന്നിരിപ്പുണ്ട്. But the Lord is here അവൻ at the ഇന്ന് പകൽ നിന്റെ wedding. കുറവിനെ നികത്താൻ And പോകുകയാ. He's here to fulfill your shortcoming. അവൻ ഇല്ലാത്ത വൈനും എന്റെ തമ്പുരാനും കൂടെ ആ കല്യാണ പന്തൽ ഒരുമിച്ച് പോത്തില്ല. It will not go together, the Lord and scarcity. നിന്റെ കലശം നിറയുമാറാ. And until your pots and vats are ഓ, full, നിന്റെ തുരുത്തി നിറയുമാറാ. until your vessels are full, വന്നവർ കുടിച്ച് തൃപ്തമാറുമാറാ. until the people have drunk and they're enough, നിറയ്ക്കുന്നവർ ഇന്ന് പകൽ വന്നിട്ടുണ്ട്. the Lord is here to fill the അതുകൊണ്ട് vats. കാനാവിലെ കല്യാണത്തിന് So for the marriage in Cana, ഒരാൾ Galilee, മാത്രമേ, ഒരു വാക്യം മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. you will only see one person there. ഏത്? What? വീഞ്ഞ് കുറഞ്ഞെന്ന്. That the wine has become വീഞ്ഞ് less. കുറഞ്ഞെന്ന് ഒരു പ്രാവശ്യം മാത്രമേ പറഞ്ഞു Only കേട്ടുള്ളൂ. once will you hear the complaint, the wine is ഒരാൾ finished. മാത്രമേ വന്ന് പറഞ്ഞുള്ളൂ. Only one person ഇന്ന് complained. പകൽ നീ ചിലത് സത്യം മനസ്സിലാക്കിയിട്ടുണ്ട്. If you have understood certain truths, എവിടെയൊക്കെയോ കുറവുകൾ ഉണ്ടാകുന്നത്, that there are certain shortcomings in some എവിടെയൊക്കെയോ places. കുറവുകൾ In ഉണ്ടാകുന്നത് some places there's a shortcoming. കണ്ട് ഭാരപ്പെടുന്ന നിന്നോട് തമ്പുരാൻ പറയാ. The Lord is saying to you, you who are കണ്ട് burdened about this. നിരാശപ്പെടുന്നവരോട് തമ്പുരാൻ പറയാ. The Lord is telling you if you're ഇന്ന് burdened പകൽ about this. തമ്പുരാൻ വീട്ടിലുണ്ടെങ്കിൽ If the Lord is in the house, കുറവും തമ്പുരാനും ഒരുമിച്ച് പോത്തില്ല. scarcity and the Lord do not go ആമേൻ. together. കർത്താവും ആമേൻ കുറവ് ഒരുമിച്ച് പോത്തില്ല. The Lord and shortcomings won't go കർത്താവ് together. ഉണ്ടെങ്കിൽ കുറവ് തീരും. If the Lord is there, the scarcity will കർത്താവ് end. ഉണ്ടെങ്കിൽ കുറവ് തീരും. If the Lord is there, the scarcity will ആകെ end. നിന്നെ കാണുന്നവൻ തമ്പുരാൻ നിന്നെ മരുഭൂമി The കണ്ടിട്ടുണ്ടെങ്കിൽ Lord, if He's seen you in the അവൻ wilderness, നിനക്കൊരു ഉറവ കൂടെ കാണിച്ചു He തരും. has seen a spring for ഇന്ന് പകൽ you. മരുഭൂമിയിൽ തമ്പുരാൻ And if the ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ Lord is there in the wilderness, നിന്റെ നിരാശകൾ തമ്പുരാൻ if the ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ Lord is there in your ഓ, നിന്റെ brokenness, ശൂന്യതയിൽ തമ്പുരാൻ if the Lord is ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ there in your നിന്റെ emptiness, ദാഹത്തിൽ തമ്പുരാൻ if the Lord is ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ there in your അവൻ presence, കുറവും അവൻ ഇല്ലായ്മയും തമ്പുരാനും ഒരുമിച്ച് പോത്തില്ല. scarcity and the Lord do not go together. അവൻ നിറയ്ക്കാൻ പോകുകയാണ്. The Lord will fill. ഹല്ലേലൂയ. Amen. ഹല്ലേലൂയ. Amen. എന്നെ അറിയാവുന്നവർക്കറിയാം. Those who know me know ഞാനൊരു പ്രോസ്പെരിറ്റിയുടെ പ്രസംഗകനൊന്നുമല്ല. I'm not a preacher of പക്ഷേ prosperity. ഇന്ന് പകൽ എന്നോട് തമ്പുരാൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ But because പറയുന്നത്. the Lord told me, I tell you this. ആത്മമണ്ഡലത്തിലും In ഭൗതമണ്ഡലത്തിലും the spiritual world and the physical ദൈവം ഇന്ന് world, പകൽ ചിലതിന്റെ കുറവ് the തീർക്കുക. Lord will fulfill ഇന്ന് the പകൽ shortcomings ഏറ്റെടുത്ത് of ആരാധന some. തുടങ്ങിക്കോ. Accept it and start worshiping. ആകാശത്തിന്റെ കിളിവാതിലുകളെ The തുറന്ന് windows of heaven will be സമൃദ്ധിയും open. ധാരാളമായി And abundance will flow നിന്നെ down. നിറയ്ക്കാൻ ദൈവം സ്പ്രേ ചെയ്യാം. The Lord has planned to fill it പുതിയതിന്റെ നിമിത്തം, with the new. പുതിയതിന്റെ നിമിത്തം With the new. ദൈവം പഴയതിനെ The പുറത്തെടുക്കും. Lord will take away the old. Are you ready to make a room for new? Are you ready to make room for the new? പുതിയതിന് വേണ്ടി ചില സ്ഥലമൊരുക്കാൻ നീ Are തയ്യാറാണോ? you willing to make space for the new? ഹല്ലേലൂയ. Amen. ഹല്ലേലൂയ. Amen. ഹല്ലേലൂയ. Amen. ഹല്ലേലൂയ. Amen. ചില നിറവുമായി തമ്പുരാൻ വരുന്നുണ്ട്. The Lord is coming with ദൈവം ചിലത് fullness. കൈമാറ്റം ചെയ്യാൻ And പോകുകയാണ്. He will hand you ഇന്ന് some പകൽ പറ fullness. കർത്താവേ നിറയ്ക്കാൻ. Say to the Lord, fill me. Amen. ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കുന്ന സമയത്തുണ്ടല്ലോ, When I stand on the stage, ഞാൻ വന്ന് നിൽക്കുന്നത്
ഒരു പെരിഫറൽ ഐഡിയ കൊണ്ടാണ്. I come stand here with a peripheral ഒരു idea for the മെസ്സേജിന്റെ sermon. സ്കെൽറ്റനും കൊണ്ടാണ് With the നിൽക്കുന്നത്. skeleton of a sermon. ബാക്കിയൊക്കെ എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ തമ്പുരാൻ The തരുന്നതാ. rest when I stand here, the Lord എന്റെ gives me to തമ്പുരാൻ speak. ഇന്ന് പറയുക, Today the Lord is saying, നിന്റെ പാത്രം കാലിയാകുവോളം, until your vessel is empty, നിന്റെ പാത്രം until കാലിയാകുവോളം, your vessel is empty, കാലിയുള്ള പാത്രം നിന്റെ വീട്ടിലുള്ളവോളം and as long as there are empty ഈ vessels in your എണ്ണ ഇങ്ങനെ house, the വർദ്ധിച്ചുകൊണ്ടിരിക്കും. oil will continue ആമേൻ. growing ഇന്ന് പകൽ നിനക്കുള്ള നിറക്കാൻ പറ്റുന്നിടത്തോളം, until you can fill what നിനക്ക് you നിറക്കാൻ have, പറ്റുന്നിടത്തോളം, until you can fill the vessels you നിനക്ക് have, നിറക്കാൻ പറ്റുന്നിടത്തോളം, until you can fill the vessels in your ആ house, എണ്ണ ഇങ്ങനെ and the ഒഴുകിക്കൊണ്ടിരിക്കും. oil will continue ആ flowing. എണ്ണ ഇങ്ങനെ The ഒഴുകിക്കൊണ്ടിരിക്കും. oil will continue flowing. പ്രാപിച്ചോ, പ്രാപിച്ചോ, പ്രാപിച്ചോ. Receive these truths. ശബരമനബബബബ. Amen. Hallelujah. 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 Amen. Jesus, hallelujah. Amen. Hallelujah. 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 പുതിയതിന്റെ നിമിത്തം Because of the new, പഴയത് പുറത്താക്കി. the old is പുതിയതിന്റെ നിമിത്തം because of the new, പഴയത് പുറത്താക്കി. the old is no more. പുതിയതിന്റെ നിമിത്തം Because of the new, പഴയത് the പുറത്താക്കി. old is removed. ദൈവം നിറവിന്റെ ദൈവം. The Lord who fills. അതിന്റെ ഒന്നാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? നമ്മൾ വായിച്ച ലേവ്യ പുസ്തകത്തിന്റെ Leviticus സ്റ്റാർട്ട് ഫ്രം വേഴ്സ് 3. മൂന്നാമത്തെ chapter 26 verses 3. എന്റെ ചട്ടം ആചരിച്ച് എന്റെ ചട്ടമാചരിച്ച് എന്റെ കൽപ്പന പ്രമാണിച്ച് എന്റെ കൽപ്പന പ്രമാണിച്ച് അനുസരിച്ചാൽ ഞാൻ തക്ക സമയത്ത് നിങ്ങൾക്ക് മഴ തരും. ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ചു തുടങ്ങും. If you walk in my statutes and keep my command, I will give you rain in its season. അനുഗ്രഹങ്ങളുടെ ആരംഭം, The beginning of blessings. അനുഗ്രഹങ്ങളുടെ ആരംഭം The beginning of അത് blessings. അനുസരണത്തിൽ നിന്നാണ്. It begins in ഇന്ന് obedience. അനുസരിപ്പാൻ നിങ്ങൾ തയ്യാറായ, If you're ready to obey, അവനെ അനുസരിപ്പാൻ നിങ്ങൾ if തയ്യാറായ, you're willing to അവൻ obey, നിങ്ങളെ അനുഗ്രഹിപ്പാൻ വേണ്ടി പോകുകയാണ്. He is willing to bless. രാജാക്കന്മാരുടെ പുസ്തകം 18 അധ്യായത്തിന്റെ 6 വാക്യം ഒന്ന് 2 വായിക്കാമോ? Kings chapter 18 verses 6. ആമേൻ. ഹല്ലേലൂയ. അവൻ യഹോവയോട് ചേർന്നിരുന്നു, അവൻ യഹോവയോട് ചേർന്നിരുന്നു, അവനെ വിട്ടു പിന്മാറാതെ യഹോവ മോശയോട് കൽപ്പിച്ച അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു നടന്നു. ആമേൻ. ഹല്ലേലൂയ. അവൻ യഹോവയോട് For he ചേർന്നിരുന്നു. held fast to the Lord. അവൻ യഹോവയോട് മോശ കൽപ്പിച്ചതൊക്കെ അവൻ എന്ത് ചെയ്തു? പ്രമാണിച്ചു And he നടന്നു. did not depart from following him, and he kept the command of ചേർന്ന് Moses. നടന്നു, Walked with the Lord അവൻ പ്രമാണിച്ചു നടന്നു. and kept his command. ഇന്ന് പകൽ ദൈവാത്മാവ് നിങ്ങളോട് പറയുക, The Lord is saying, ചേർന്ന് നടക്കുക, walk with him പ്രമാണിച്ചു and നടക്കുക. obey him. ഇന്ന് പകൽ എത്ര പേർക്ക് തീരുമാനം എടുക്കാം? How many of you will make this കർത്താവേ, decision? Oh Lord, ഈ വർഷം this year ഞാൻ നിന്നോട് ചേർന്ന് നടക്കും, I will walk with ഞാൻ you നിന്നെ പ്രമാണിക്കും. and I will obey you. ചേർന്ന് നടക്കും, Walk with you പ്രമാണിച്ചു and നടക്കും. obey you. ഇതിന് മുമ്പേ ഒരു വാക്യമുണ്ട്. Before this there's a ആ verse, വാക്യം ഇങ്ങനെയാണ് ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. and it says about him like this. ഇവന് മുമ്പേ ഉള്ള ഒരാൾ പോലും And unlike anyone who came before ചേർന്ന് him, നടന്നില്ല, did not walk with the Lord പ്രമാണിച്ച് and did നടന്നില്ല. not obey the Lord. പ്രമാണിച്ച് നടക്കാത്തവരുടെ ഒരു കൂട്ടത്തിൽ, And in a group of people who did not ചേർന്ന് obey, നടക്കാത്തവരുടെ ഒരു ഹൈറാക്കിയിൽ in a list of people who did not walk with the ഒരുത്തൻ Lord, ചേർന്ന് നടക്കാൻ one തയ്യാറായി. man decided to walk with the ഒരുത്തൻ Lord. ഒരുമിച്ച് നടക്കാൻ തയ്യാറായി. One decided to walk with the Lord. ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? What did the Lord do? ഇവൻ ഒരു പ്രതികൂലം വന്നു, When problems came, ഇവൻ ഒരു പ്രശ്നം വന്നു. he faced challenges. ചേർന്ന് നടക്കുന്നവൻ And the man who walked with the Lord പ്രശ്നങ്ങളെ കാണേണ്ടി വരും, will face problems, പ്രതികൂലങ്ങളെ കാണേണ്ടി will വരും. face struggles. കഴിഞ്ഞ ദിവസം നമ്മൾ കുടുംബ പ്രാർത്ഥനയിൽ പറഞ്ഞതുപോലെ In the last days in our family prayers, we said യാക്കോബിന് to Jacob ഒരു വടി കൊണ്ട് കടക്കാൻ പറ്റുന്നതായിരുന്നു യോർദാൻ. was easy to cross Jordan with a single staff. ഒരു വടി കൊണ്ട് കടക്കാൻ പറ്റുന്ന യോർദാനായിരുന്നു യാക്കോബിന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന യോർദാൻ. And Jordan was in front of Jacob and he could പക്ഷേ cross it with a staff. കൊയ്ത്തുകാലത്ത് യോർദാന്റെ നില മാറും. But the condition of Jordan changes from ഒരു season. വടിയല്ല, Not one staff. ഒരു ബോട്ട് ഉണ്ടെങ്കിലും കടക്കാൻ It പറ്റത്തില്ല. becomes so great that he cannot അപ്പം cross it with a boat. യോശുവ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. So Joshua asked, തമ്പുരാനെ, എന്റെ പിതാക്കന്മാർ Oh Lord, my fathers, ഒരു വടി കൊണ്ട് കടന്നത് they crossed with a staff. എനിക്ക് കടക്കാൻ കഴിയാതെ വണ്ണം I cannot cross this. ഞാനിപ്പോ 3 ദിവസം ഉപവസിക്കുക. I'm fasting for 3 days തമ്പുരാൻ now. പറയുന്നുണ്ട്, And the Lord says, പെട്ടകത്തും ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാൽ ഇതിന്റെ അകത്ത് വന്നാൽ when the priests who carry the ark, നീ their foot യാക്കോബ് touches Jordan, കടന്നതിനേക്കാൾ വേഗത്തിൽ but faster than ഇത് Jacob കടക്കാൻ crossed, പോകുകയാ. you will cross this ഇന്ന് പകൽ river. പ്രിയരേ,
Dear believers, പ്രമാണിച്ചാൽ, if you obey, കൂടെ നടന്നാൽ, if you walk with നീ him, ചിലതിനെ കടക്കാൻ you പോകുന്നു. will cross certain Jordans. ഈ രാജാവ് This king 25ാമത്തെ വയസ്സിലാണ് വാഴ്ച തുടങ്ങുന്നത്. began his reign at the 25th year. 25ാമത്തെ He was വയസ്സിൽ 25 years old. വാഴ്ച തുടങ്ങിയ ഒരു രാജാവ്. A king, he became king and he reigned. അവൻ ആദ്യം ചെയ്തത് The എന്നാണെന്നറിയാമോ? first thing he did, ആലയത്തിന്റെ അറ്റകുറ്റപ്പണി തീർത്തു. he did the maintenance of the temple. ആമേൻ. അറ്റകുറ്റം എന്ന് പറഞ്ഞാൽ മെയിൻ്റെനൻസ്. വെരി ഗുഡ് നോളജ് ഇൻ മലയാളം. ആമേൻ. ഞാൻ പണ്ട് അറ്റകുറ്റം എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ കേട്ടത് അറകുറ്റം എന്നാണ്. അതെന്നാന്ന് പുള്ളിക്കറിയത്തില്ല. ഇനി ഇവൻ അറ്റകുറ്റം തന്നെ പറഞ്ഞു. ആമേൻ. ഹി ഡിഡ് ദ മെയിൻ്റെനൻസ് വർക്ക്. ആമേൻ. സ്തോത്രം. അതെല്ലാം തീർത്തു. And he finished all the work in the temple. വാതിലുകളെല്ലാം വെച്ചു. He built all the pillars, ഓടാമ്പലുകൾ വെച്ചു. pillars, gates, doors. ആലയത്തിന്റെ അകത്ത് ഇപ്പൊ അവൻ അനുവദിക്കാത്ത ഒന്നും അകത്ത് കയറത്തില്ല. And nothing that he doesn't allow enters എല്ലാവർക്കും the കയറാൻ temple. പറ്റുന്നതായിട്ട് ആയിരുന്ന ഒരു വാതിലുകളൊക്കെ അവൻ പണിതു. The doors which once allowed Amen. everyone, he built it. അവൻ ഇപ്പൊ ഒരു സെപ്പറേഷൻ ഉണ്ട്. Now there's a separation in the temple. അവൻ ടെമ്പിളും അകവും ടെമ്പിളിന്റെ അകവും The inside of the പുറവും temple, തമ്മിൽ ഒരു സെപ്പറേഷൻ ഉണ്ട്. the inside and the outside of the temple has a separation. സൻബലത്തും തോബിയാവും Sanballat and Tobiah, ഇങ്ങനെ വെല്ലുവിളിച്ച് നിൽക്കുമ്പോൾ they stood and they challenged him. നെഹമ്യാ പറയുന്ന ഒരു And കാര്യമുണ്ട്. Nehemiah says one thing. നിന്റെ കുഴപ്പമൊന്നുമല്ല. It is not your fault നീ ഇവിടെ അകത്ത് വന്നത്. that you came inside. അകത്ത് വന്നത് ഞങ്ങളുടെ കുഴപ്പമാണ്. You came inside is our കാരണം fault. മതിലുകളില്ലല്ലോ. Because there were no walls. അതുകൊണ്ട് ഞാൻ നിന്നോട് യുദ്ധത്തിനൊന്നും So I'm വരുന്നില്ല. not coming to fight ഞാൻ against പിന്നെ you. എന്താ ചെയ്യാൻ But പോകുന്നത്? what will I do? ഞാൻ മതില് പണിയാൻ പോകുകയാണ്. I will build the ഞാൻ wall. മതില് പണിയുമ്പോൾ And when I build the wall, നിന്നെ പുറത്താക്കണ്ട. don't remove me. എന്റെ അതിര് നീ കാണും. You will see my അപ്പൊ boundary. എന്റെ അതിര് കാണുമ്പോൾ And when you see my നിനക്ക് boundary, മനസ്സിലാകും you will understand നിനക്ക് കടക്കാൻ you are പറ്റാത്തതാണ്. not allowed to ഇന്ന് enter പകൽ this. അകത്ത് ശത്രു If കയറിയിട്ടുണ്ടെങ്കിൽ the enemy has entered the അത് boundary, ശത്രുവിന്റെ കഴിവല്ല. that is not the ability of the നിന്റെ enemy. മതിലില്ലായ്മയാ. It's because you don't have a boundary. ഇന്ന് പകൽ മതില് പണിതാൽ, Today, if you build a ഇന്ന് wall, പകൽ മതിൽ ഉടുത്താൽ, if you മതിൽ build a പണിതാൽ, wall, a boundary, അകത്ത് കിടക്കാതെ വണ്ണോ without entering ശത്രു inside, പുറത്തു the പോകും. enemy will wait അകത്ത് outside. കയറിയതൊക്കെ പുറത്തു പോകാൻ. That which is inside needs to go മതിൽ outside. വെക്ക്. Build the wall. ആമേൻ. Amen. ഹിസ്കീയാ രാജാവ് വാഴ്ച തുടങ്ങിയ 1-ാം ആണ്ടിൽ 1-ാം മാസം 1-ാം തീയതി ആലയത്തിന്റെ അറ്റകുറ്റപ്പണികൾ. And the very first day of his reign, Hezekiah did the maintenance of the temple. വെരി ഫസ്റ്റ് ഇയർ, വെരി ഫസ്റ്റ് മന്ത്, വെരി ഫസ്റ്റ് ഡേ. The first year, first month, first day of his reign. ആമേൻ. Amen. ആദ്യം ചെയ്തു. He finished the work. എന്നിട്ട് വചനം പറയുന്ന മോശ മുഖാന്തരം അരുളി ചെയ്ത ന്യായപ്രമാണങ്ങൾ പ്രമാണിച്ചു. And then scripture says he obeyed the commands given to ദൈവത്തോട് Moses കൂടെ നടന്നു. and he walked with the Lord. എന്താ സംഭവിച്ചെന്നറിയാമോ? What happened then? ഇതുവരെ ആരും കാണാത്ത ഒരു ശത്രു, An enemy that no one had seen till now. ദാവീദ് കണ്ടിട്ടില്ലാത്തത്, An enemy that David had not അതിനു seen. മുമ്പിലുള്ള അവൻ ശക്തന്മാരായ ദൈവദാസന്മാർ അല്ലെങ്കിൽ രാജാക്കന്മാർ കണ്ടിട്ടില്ലാത്ത The great kings and the mighty ഒരു warriors had not ശത്രുവിനെ അവൻ seen. കണ്ടു. He saw an enemy of like അതിന്റെ manner. എണ്ണം എത്രയാണെന്നറിയാമോ? And do you know the number of the enemy? 1,85,000 പേര്. More than 150,000 men. പ്രമാണിച്ച ഒറ്റ കാരണത്താൽ, Because he obeyed the Lord because of this നടന്നു reason. എന്ന ഒറ്റ കാരണത്താൽ, And because he walked with the Lord. ഒറ്റ നിമിഷം കൊണ്ട് In one moment, 1,85,000 158,000 soldiers. പ്രമാണിക്കുന്നവരോട് ഇന്ന് പകൽ ഒരു കാര്യം പറയട്ടെ. These enemies against those who obey the ശത്രു എത്ര command. വലുതാണെങ്കിലും, No matter how great the enemy, നീ ഒറ്റക്കല്ല ഫേസ് ചെയ്യുന്നത്. you do not face him alone. Nothing can face without God. You do not face anything without God. ഒന്നും കൂടെ ഞാൻ പറയട്ടെ. Let me say it again. നീ കാണുന്നതിന് മുമ്പേ, Before you see the നീ enemy, കാണുന്നതിന് മുമ്പേ, before you see the നീ enemy, ദർശിക്കുന്നതിന് before മുമ്പേ, you envision the നിന്റെ enemy, പ്രതികൂലത്തെ കാണുന്ന ഒരു there is തമ്പുരാൻ, a Lord who has seen നിന്റെ your വിഷയത്തെ problems. കാണുന്ന ഒരു There's a Lord who has തമ്പുരാൻ seen your ഇന്ന് enemy. പകൽ നിന്റെ കൂടെ ഉണ്ട്. He is with you. യാക്കോബേ നീ ഉറങ്ങിക്കോ. Jacob, you can sleep. യോഹന്നാനെ നീ ഉറങ്ങിക്കോ. John, you can sleep. 3 പേരാ കിടന്ന് ഉറങ്ങുന്നത്. And there are three people that യാക്കോബ്, are sleeping. യോഹന്നാന്, പത്രോസ്. James, Peter, and John. 3 പേര് ഉറങ്ങുക. All three are sleeping. 3 പേര് ഉറങ്ങാത്തത് ഉറങ്ങുമ്പം And when all three are sleeping, ഒരുത്തനെ മാത്രം ദൈവം തട്ടി വിളിക്കുക. the Lord calls only one man to wake